രാവിലെ അമ്മ നല്ല ചൂടപ്പം ഉണ്ടാക്കുകയാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അപ്പത്തിന് കറി ഞാൻ ഉണ്ടാക്കാം. അന്നേരം അമ്മ പറഞ്ഞു നീ കറിയൊന്നും ഉണ്ടാക്കണം, ഞാൻ മുട്ടക്കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അച്ഛൻ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്, നീ അതൊന്ന് കറി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കറി വെക്കുന്നതിൽ നല്ലതല്ലേ ബിരിയാണി വെക്കുന്നത്. അമ്മ അങ്ങനെ മോളെ കുളിപ്പിക്കാൻ പോയ സമയത്തിന് ഞാൻ എന്ത് ചെയ്ത് ബിരിയാണിയുടെ പണി തുടങ്ങി. ഉള്ളി നല്ലപോലെ 2 ട്രിപ്പായിട്ട് നമ്മൾ വറുത്തെടുത്തു. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന സൺഫ്ലവർ ഓയിലാണ് ഓരോ പീസായിട്ട് നമ്മളിട്ട് അധികം കുത്തി നിറച്ചിടാതെ ഇട്ട് വറുത്തെടുക്കണം. ഞാൻ ഷാലോ ഫ്രൈ ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് വേവുന്ന പരുവം ഒന്ന് മൊരിഞ്ഞ് വരണം. നമ്മുടെ പുറത്തെ കോട്ടിങ് ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും ഞാനിങ്ങനെ വറുത്ത് കോരി. ആ സമയത്ത് ഉണ്ണണ്ണനാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരികയാണ് കേട്ടോ. ഭയങ്കര ലേറ്റായിപ്പോൾ, മണി 11 അപ്പോഴത്തേക്കും ആൾക്ക് 2 അപ്പമേ കിട്ടിയുള്ളൂ. എന്നാൽ ശരി അത് കഴിക്കാമെന്നും പറഞ്ഞിരുന്നപ്പോൾ ഉണ്ട് തിരിച്ചു വരികയാണ് ഞാൻ ഇറച്ചി വറുക്കാൻ സഹായിക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴല്ലേ മനസ്സിലായത് ഇറച്ചി പീസ് അതിനകത്തുനിന്ന് മോഷിക്കാനുള്ള വരവാന്ന്. എന്നെ സഹായിക്കാൻ എന്ന വണ്ണം 1 ട്രിപ്പ് ചിക്കൻ പീസൊക്കെ വറുക്കാനായിട്ട് ഇട്ടിട്ട് പോയ പോക്കിൽ 2 ചിക്കൻ പീസും കൂടെ എടുത്തുകൊണ്ടാണ് ആൾ പോയത്. നമുക്കപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പണി തുടങ്ങാം. നല്ല ചൂട് സൺഫ്ലവർ ഓയിലിലേക്ക് നമുക്ക് നൈസായിട്ട് അരിഞ്ഞ് ഉള്ളിയിട്ട് ആവശ്യത്തിന് ഉപ്പും നെയ്യും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വഴറ്റാം. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിന് 1 കഷ്ണം ഇഞ്ചിയും ഞാൻ 1 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം 2 തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് തക്കാളി ഇടാം കേട്ടോ. നമുക്കിവിടെ തൈര് ഞാൻ കുറവാണ് ഇന്ന് എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ 2 തക്കാളി ഇട്ടത്. ആവശ്യത്തിന് പൊടിയിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി കസൂരി മേത്തി നല്ലപോലെ ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചിട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് അതൊന്ന് പരുവായി വരുമ്പോഴത്തേന് എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവാകുമ്പോഴത്തേനും ചിക്കൻ പീസ് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലയായ ചിക്കൻ പീസിനകത്തൊക്കെ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം. പീസ് ഉടഞ്ഞു പോകരുത്, നമ്മൾ വറുത്തതാണ് എന്നാലും ഒരുപാടിട്ട് ഇളക്കി ഉടഞ്ഞു പോകരുത്. അതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ട്. അതും കൊണ്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മൊരിഞ്ഞ് വരുന്ന പരുവാകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഗരം മസാല ഇട്ട് കൊടുക്കണം. നമ്മൾ അന്നേരം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ഫ്ലേവറും ഒക്കെ അന്നേരം നമുക്ക് ചിക്കന് കിട്ടും. അതിനുശേഷം കുറച്ച് ഗ്രേവി നമുക്കെടുത്ത് മാറ്റി വെക്കാം. നമുക്ക് ചോറിൻ്റെ ഇടയ്ക്ക് ലെയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് മസാലയും കുറച്ച് ചിക്കൻ പീസും എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന അരി ബസുമതിയുടെ സെല്ല റൈസാണ് എടുത്തേക്കുന്നത്. അതൊന്നിട്ട് നിരപ്പാക്കി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഫ്രൈഡ് ഓണിയനും പുതിനയിലയും മല്ലിയിലയൊക്കെ ഇട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് മഞ്ഞൾ പാലിനകത്ത് മിക്സ് ചെയ്തതാണ് ഒഴിക്കുന്നത്. അത് നമുക്കൊരു ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മസാലയും കൂടി ഇട്ട് ബാക്കി വന്ന ചോറും തട്ടി നമുക്ക് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഫ്രൈഡ് ഓണിയനും മല്ലിയിലയും പുതിനയിലയും ഇട്ട് കുറച്ച് നെയ്യും പിന്നെ നമ്മുടെ മഞ്ഞളിൻ്റെ മിക്സും കൂടെ ഒന്ന് ഒഴിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ബിരിയാണി സെറ്റാണ്. അടച്ച് വെച്ച് വെറും ചെറിയ തീയിൽ ഒരു 30 മിനിറ്റ് വെച്ചിരുന്നാൽ നല്ല സ്മെല്ലാണ്. അപ്പോഴത്തേനും ആ ചോറിനകത്തൊക്കെ നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ പിടിച്ച് അതായത് അരിക്കും നല്ല ഫ്ലേവർ കിട്ടും. സൂപ്പറാണ്. സ്മെല്ല് കേട്ടപ്പോഴേ അച്ഛന് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ വന്നു കേട്ടോ. അങ്ങനെ അച്ഛനാണ് നമ്മൾ ആദ്യം വിളമ്പി കൊടുക്കുന്നത്. പക്ഷെ അച്ഛൻ്റെ റിവ്യൂ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അച്ഛന് കൊടുക്കാനായിട്ട് അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് താത്ത് വെച്ചപ്പോൾ ഉണ്ടോ ഒരു കൈ വരുന്നത് അതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് ഉണ്ണിയെണ്ണാട്ടോ ഓട്ടി ചെയ്യാൻ. അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മോക്കും കൊടുത്തു കേട്ടോ. കണ്ടോ ആ കാലും വെച്ചുകൊണ്ട് കാണിക്കുന്നത്. ഞാൻ ഒരുപാട് കൊടുത്തില്ല, ചോറ് മാത്രമേ കൊടുത്തുള്ളൂ, നെയ്യല്ലേ. അങ്ങനെ ഉണ്ണിയെണ്ണും ഞങ്ങളെല്ലാവരും കൊണ്ട് കഴിക്കാനായിട്ടിരുന്നു. ഉണ്ണിയെണ്ണ അന്നേരം ഒരേ നിർബന്ധം വാഴയിലയിൽ മതിയെന്ന്. അങ്ങനെ എനിക്ക് ഉണ്ണിയെണ്ണും കൂടെ ഒരുമിച്ചുള്ള ഞാനങ്ങ് വാഴയിലയിലോട്ട് വിളമ്പി. സാലഡും പപ്പടവും ഒക്കെ വിളമ്പിക്കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നേ. വല്ലമ്മച്ചിയോടും അമ്മയോടും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവരുടെ എക്സ്പ്രഷൻ കാണണ്ടേ. ഇവർ ഓവറാക്കി ചളവാക്കും. കണ്ടോ, ഉണ്ണിയെണ്ണ മാത്രമേ ഉള്ളൂ ജെനുവിനായിട്ട് അഭിപ്രായം പറയുന്നത്. കണ്ടോ,